നമസ്കാരം. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിന് തെളിവില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ വ്യക്തമാക്കി. നീറ്റ് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സർക്കാരിന് ഒന്നും ഒളിക്കാനില്ല. വിഷയത്തിൽ 2018 മുതൽ ചർച്ച നടക്കുന്നതായിട്ട് വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തിയാകാതെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സംയുക്ത പാർലമെന്ററി സമിതി വിഷയം അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. 2024 നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതിനെ ചൊല്ലി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ വിമർശിച്ചതോടെയാണ് ലോക്സഭയിൽ ചൂടേറിയ സംവാദങ്ങൾക്ക് തുടക്കമായത്. നമ്മുടെ പരീക്ഷാ സംവിധാനത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാം. നീറ്റ് പരീക്ഷയിൽ മാത്രമല്ല, എല്ലാ വലിയ പരീക്ഷകളിലും അങ്ങനെ തന്നെയാണ്. താനൊഴികെ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് പോലും അടിസ്ഥാന കാര്യങ്ങൾ പോലും മന്ത്രിക്കറിയില്ലെന്നാണ് തോന്നുന്നതെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പരീക്ഷാ സമ്പ്രദായം അഴിമതി നിറഞ്ഞതാണെന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വിശ്വസിക്കുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നിങ്ങൾ പണക്കാരനാണെങ്കിൽ, നിങ്ങളുടെ കൈവശം പണമുണ്ടെങ്കിൽ ഇന്ത്യൻ പരീക്ഷാ സംവിധാനത്തെ വിലക്കെടുക്കാമെന്നാണ് ലക്ഷക്കണക്കിന് ജനങ്ങളും വിശ്വസിക്കുന്നത്. പ്രതിപക്ഷത്തിനും ഇതേ തോന്നലാണ് ഉള്ളത്. വിഷയത്തിൽ പ്രത്യേകം ചർച്ച നടത്താനായിട്ട് ഒരു ദിവസം മാറ്റിവെക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ 7 വർഷത്തിനിടെ ഒരിക്കൽ പോലും ചോദ്യപേപ്പർ ചോർന്നതിന് തെളിവില്ല. നീറ്റ് വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 240-ലധികം പരീക്ഷകൾ വിജയകരമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ടെന്ന് തനിക്ക് പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ പറയാൻ കഴിയുമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു. തനിക്ക് പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി പറയാൻ കഴിയുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മറുപടി നൽകി. നീറ്റ് വിഷയം സംബന്ധിച്ചുള്ളത് സാങ്കേതിക പ്രശ്നം മാത്രമാണെങ്കിൽ അത് പരിഹരിക്കാൻ എന്താണ് സർക്കാർ ചെയ്യുന്നതെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിച്ചു. എന്നാൽ അലറി പറഞ്ഞാലും ഒരു നുണയും സത്യമാവില്ലെന്നായിരുന്നു ഇതിനോട് മന്ത്രിയുടെ പ്രതികരണം. രാജ്യത്തിൻ്റെ പരീക്ഷാ സംവിധാനം താറുമാറാണെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന വളരെയധികം അപലപനീയമാണെന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ മറുപടി നൽകിയത്. തുടർന്ന് രാഹുൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് സ്പീക്കർ ഓം ബിർളയും ഇടപെട്ടു. എല്ലാ പരീക്ഷകളിലും ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ഈ പരീക്ഷകൾ വിജയിച്ച വിദ്യാർത്ഥികളുടെ ഭാവിയെയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും തകർക്കുമെന്നും സ്പീക്കർ സൂചിപ്പിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ സർക്കാർ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചെന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അഭിപ്രായപ്പെട്ടത്. ഈ വിഷയം സർക്കാർ കൈകാര്യം ചെയ്ത രീതി അത് ശരിയായില്ലെന്ന് അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. നീറ്റ് പരീക്ഷയിൽ 2000-ലധികം വിദ്യാർത്ഥികൾ വിജയിച്ച സ്ഥാപനങ്ങളുണ്ട്. ഈ മന്ത്രി ഇവിടെ തുടരുന്നിടത്തോളം കാലം വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കില്ലെന്നും അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.